നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലോക റാപ്പിഡ് ടീം ചാമ്പ്യൻഷിപ്പിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. 5 തവണ നാഷണൽ ചാമ്പ്യൻ ആയിട്ടുള്ളതും അതുപോലെ ഒരു തവണ ജൂനിയർ ലോക ചാമ്പ്യനും ആയിട്ടുള്ള കസഖ്സ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ ഡർമൻ സഡ്വക്കസോവും 13 വയസ്സ് മാത്രം പ്രായമുള്ള ടർക്കിഷ് ഗ്രാൻഡ് മാസ്റ്റർ യാഗിസ്ഖാനും തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ യാഗിസ്ഖാൻ വൈറ്റ് സൈഡും സഡ്വക്കസോവ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് D4 മൂവ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഗെയിമാണ്. ഇവിടെ ഇപ്പോൾ C4 മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ ബിഷപ്പിനെ F4 ഡെവലപ്പ് ചെയ്യുകയാണ് മെയിൻ മൂവ്. എന്നാൽ വൈറ്റ് ഇവിടെ ഇതൊന്നും ചെയ്യുന്നില്ല. ആദ്യം ബിഷപ്പിനെ G5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് ട്രോംബോവ്സ്കി അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ D5 മൂവ് ചെയ്യുന്നതാണ് ബ്ലാക്കിന്റെ മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ D5 മൂവ് ചെയ്യുന്നില്ല. പകരം E6 മൂവ് ചെയ്തുകൊണ്ട് ക്വീൻ ഉപയോഗിച്ച് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ക്ലാസിക്കൽ ഡിഫൻസ് ആണ്. ഇവിടെ ഇപ്പോൾ ഒരു പിൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വൈറ്റ് ആ പിൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് E4 മൂവ് ചെയ്യുന്നു. അടുത്ത മൂവിൽ E5 മൂവ് കൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. അതുകൊണ്ട് ബ്ലാക്ക് വളരെ വേഗം ഈ ബിഷപ്പിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H6 മൂവ് കൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് എന്തായാലും ബിഷപ്പിനെ തിരിച്ചുകൊണ്ട് പോകുന്നില്ല. പകരം ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. ബ്ലാക്ക് ക്വീനെ വെച്ച് തിരിച്ചൊട്ടുന്നു. ഇവിടെ വൈറ്റ് ക്വീൻ സൈഡിലേക്കാണ് കാസ്റ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു. D6 മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ക്വീനെ D2 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് C6 മൂവ് ചെയ്തുകൊണ്ട് B5 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീൻ സൈഡിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ല. പകരം നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് അറ്റാക്കുള്ള പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്കും ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം നൈറ്റിനെ D7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് അറ്റാക്കുള്ള പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഗെയിമിൽ 8 മൂവുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ യാതൊരു പ്രശ്നങ്ങളുമില്ല. രണ്ടുപേരും ഏകദേശം തുല്യമായിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഗെയിമിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കുകയാണ്. വൈറ്റ് ഇവിടെ ഒരു പോൺ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഇവിടെ നൈറ്റ് ഉപയോഗിച്ച് ആ പോൺ എടുക്കുന്നതായിരുന്നു ബ്ലാക്കിൻ്റെ മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് പോൺ എടുക്കുന്നില്ല. പകരം പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഇത് ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. ബ്ലാക്കിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വൈറ്റ് അടുത്തായിട്ട് മൂവ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ബ്ലാക്കിൻ്റെ കിങ് ഇപ്പോഴും ബോർഡിൻ്റെ സെൻറ്ററിലാണുള്ളത്. ഈ D7 സ്കോറിലേക്ക് വൈറ്റിന് 2 പീസുകൾ ഉപയോഗിച്ച് കൺട്രോൾ ഉണ്ട്. ആ സ്കോറിലേക്ക് ഒരു കൺട്രോളോടെ കിട്ടുന്നതിനായിട്ട് വൈറ്റ് ഇവിടെ ഒരു സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റിനെ B5 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ആ പോൺ എടുത്തുകൊണ്ട് D7 സ്കോറിലേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരികയാണ് ലക്ഷ്യം. ബ്ലാക്കിനിപ്പോൾ ക്വീൻ ഉപയോഗിച്ച് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് നൈറ്റ് ഉപയോഗിച്ച് E5 പോൺ എടുത്തുകൊണ്ട് D7 സ്ക്വയറിലേക്ക് വീണ്ടും ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ കഴിയും. ആ നൈറ്റ് ഇപ്പോഴും ബിഷപ്പിൻ്റെ പിന്നിങ്ങിലായ കാരണം നൈറ്റ് വെച്ച് നൈറ്റിനെ ഒട്ടാൻ പറ്റില്ല. എന്നാൽ ക്വീൻ വെച്ച് ഒട്ടുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ബ്ലാക്കിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ അടുത്ത മൂവിൽ നൈറ്റ് C7 വന്ന് ഇങ്ങനെ ഒരു ഫോർക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ക്വീനെ D8 കൊണ്ടുവന്ന് ആ സ്കോർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും നേരത്തെ കണ്ടുപോലെ നൈറ്റ് ഉപയോഗിച്ച് E5 പോൺ എടുത്തുകൊണ്ട് വീണ്ടും D7 സ്കോറിലേക്ക് ഒരു അറ്റാക്ക് കൂടെ വരും. ഇപ്പോഴും നൈറ്റ് ഉപയോഗിച്ച് നൈറ്റ് ഒട്ടാൻ പറ്റില്ല. അങ്ങനെ നൈറ്റ് ഉപയോഗിച്ച് ഒട്ടാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ഈ ചെക്കിൽ നിന്ന് ഒഴിവാകുന്നതിനായിട്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ മാറ്റാണ്. കിങ്ങിനെ D8 മൂവ് ചെയ്തുകൊണ്ട് C7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീനെ A5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് B6 മൂവ് ചെയ്തുകൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീനെതിരെ അറ്റാക്കും ഉണ്ട്. അതുകൊണ്ട് വൈറ്റ് ക്വീനെ C3 മൂവ് ചെയ്യുന്നു. ഇപ്പോഴും ബ്ലാക്കിന് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ കണ്ടപോലെ ബിഷപ്പ് വെച്ച് പോൺ ഒട്ടിക്കൊണ്ട് D7 സ്കോറിലേക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് വരും. പോരാത്തതിന് ഇപ്പോൾ E5 പോണെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്കും ഉണ്ട്. ആ നൈറ്റ് റൂക്കിൻ്റെ പിന്നിങ്ങിലായത് കാരണം നൈറ്റ് വെച്ച് ഒന്നും ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഈ അപകടകരമായിട്ടുള്ള നൈറ്റിനെ വളരെ വേഗം ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A6 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഈ സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു സ്ട്രോങ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്നുകൂടെ പോസ് ചെയ്ത ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് ഈ അറ്റാക്കുള്ള നൈറ്റിനെ സേഫ് ആയിട്ടുള്ള സ്കോറിലേക്കൊന്നും മാറ്റുന്നില്ല. പകരം നൈറ്റിനെ D6 സ്ക്വയറിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ വീണ്ടും സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ആ നൈറ്റിനെതിരെ ബിഷപ്പ് വെച്ചും ക്വീൻ വെച്ചും അറ്റാക്ക് ഉണ്ട്.
ബ്ലാക്ക് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ക്വീൻ ഉപയോഗിച്ച് C6 പോയിന്റ് എടുക്കാം. ഇതോടെ ബ്ലാക്കിന്റെ റൂക്കിനെതിരെ ക്വീൻ ഉപയോഗിച്ച് അറ്റാക്കും ബിഷപ്പിനെതിരെ 2 പീസുകൾ ഉപയോഗിച്ച് അറ്റാക്കും വരും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോഴും ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് കിങ്ങിനെ C7 മൂവ് ചെയ്യുന്നു. ഇത് ഗെയിമിലെ തന്നെ ഏറ്റവും മോശം മൂവായിരുന്നു. കാരണം ബ്ലാക്ക് ഇവിടെ ഒരു പോണിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ അപകടകാരിയായ ഈ നൈറ്റിന്റെ ഫോർക്കിനെ കുറിച്ച് ചിന്തിക്കാതെ പോയി. അടുത്ത മൂവിൽ വൈറ്റ് നൈറ്റിനെ E8 മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ഫോർക്കിന് ചെക്ക് കൊടുത്തോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കായിരുന്നു. ജൂനിയർ ലോക ചാമ്പ്യൻ ആയിട്ടുള്ളതും 5 തവണ നാഷണൽ ചാമ്പ്യൻ ആയിട്ടുള്ളതുമായ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഇങ്ങനൊരു മൂവിനെ കുറിച്ച് ചിന്തിക്കാതെ പോയി എന്നതാണ് ഈ ഗെയിം ഇത്രയും ശ്രദ്ധിക്കപ്പെടാൻ കാരണം. 14ാമത്തെ മൂവിലാണ് അദ്ദേഹം ഇവിടെ തോൽവി സമ്മതിച്ചിരിക്കുന്നത്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.